അതോടൊപ്പം ഒരു വ്യക്തിയെ ഞാൻ സ്മരിക്കുന്നത് രാഷ്ട്രീയമൊന്നും കാണരുത്. ഒരു വനിതയായതുകൊണ്ടാണ് ഈ ഷാജിദയെ ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. കാരണം ഞാൻ ആ ഷാജിദയുടെ ഓട്ടം ഏറ്റവും കൂടുതൽ ദുരിതം ബാധിച്ച ഒരു വാർഡ് എന്ന് പറയുന്നത് ഷാജിദയുടെ വാർഡാണ്. ഒരു സ്ത്രീ എന്ന നില വിട്ട് അവരുടെ ഓട്ടത്തെ, അവരുടെ പരിശ്രമത്തെ, അവരുടെ ത്യാഗത്തെ സത്യം പറഞ്ഞാൽ ഞാനൊന്ന് അനുസ്മരിക്കുന്നുണ്ട്. കാരണം അത്രമാത്രം അവരെ അർഹതപ്പെട്ടതാണ്. ടീം റെസ്ക്യൂ ഫോഴ്സും ടീം എമർജൻസിയും ടീം നന്മക്കൂട്ടവും നടത്തിയ പ്രവർത്തനങ്ങൾ കണ്ടാൽ നമ്മൾ കഴിഞ്ഞ വെള്ളപ്പൊക്ക കാലത്ത് റാന്നിയിലും ആറന്മുളയിലും വീട് മൊത്തം മൂടിയ വീടുകളിൽ നിന്ന് ബോട്ടിൽ ആളുകളെ രക്ഷിച്ചുകൊണ്ടുവരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ജീവന് വേണ്ടി പിടയുന്ന കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ അസറകുട്ടിയുടെയും ഈ അബ്ദുൽക്കാരിയാക്ക ഈ പല റെസ്ക്യൂവിന്റെ നേതൃത്വത്തിൽ ബോട്ടിൽ കുട്ടികളെയും സ്ത്രീകളെയും രക്ഷിച്ചുകൊണ്ട് നമ്മളുടെ പൊന്തനാപ്പറമ്പിലും നമ്മളുടെ മുണ്ടയ്ക്കപ്പറമ്പിൽ നിന്നൊക്കെ ആളുകളെ കൊണ്ടുവരുന്ന കാഴ്ച കണ്ടാൽ അത് ഇരാറ്റുപേട്ട അങ്ങനെ ഒരു കാഴ്ച കാണേണ്ടി വരുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല. ഈയിടെ നമ്മുടെ വടയാർ റഷീദ് പറഞ്ഞതുപോലെ ഈ റെസ്ക്യൂ ഫോഴ്സുകാർ ഒരു ബോട്ട് വാങ്ങിച്ചപ്പോ നമ്മൾ കുറെ നാട്ടുകാർ പുച്ഛിച്ച് ബഹുമാരി ഷോ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇരാറ്റുപേട്ടയെ ബോട്ട് വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷേ ആ ബോട്ടില്ലായിരുന്നെങ്കിൽ ഇരാറ്റുപേട്ടയിൽ ചുരുങ്ങിയത് ഒരു 15 പേരെങ്കിലും മരിക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നമ്മൾ ഇന്ന് ഈ ദുഃഖത്തിനിടയിലും ഇത്ര സന്തോഷത്തോടെ നിൽക്കുന്നത് ഇത്രയും വലിയ മഹാപ്രളയം ഇരാറ്റുപേട്ടയിൽ ഉണ്ടായെങ്കിലും ഒരു തുള്ളി ചോര ഒരാളുടെ ദേഹത്ത് നിന്നും പൊടിഞ്ഞിട്ടില്ല. വലിയ പടച്ചവന്റെ കാരുണ്യം, രക്ഷകന്റെ കാരുണ്യം ഈ നാടിനുണ്ട്. ഇവിടെയുള്ള ആളുകളുടെ സേവനത്തിനും ഇവിടെയുള്ള ആളുകളുടെ സഹായത്തിനും പടച്ചവൻ അറിഞ്ഞു നൽകിയ മറുപടി എന്ന് പറയുന്നത് ആപത്തിൽ നിന്നുള്ള ആ മോചനമാണ്. കുറേയധികം വിഷമതകളൊക്കെ നമുക്കുണ്ടായിട്ടുണ്ടെങ്കിലും വലിയ രക്ഷയാണ് അള്ളാഹുവിന്റെ ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്കുണ്ടായത്. അതുകൊണ്ട് നമ്മൾ കടപ്പെട്ടവരാവുക, ഒപ്പം നമ്മൾ ഈ സേവനത്തിന് മുന്നിൽ നിൽക്കുന്നവരോട് കടമകൾ ഉള്ളവരാവുക, കടപ്പാടുകൾ ഉള്ളവരാവുക. ഇവരെയൊക്കെ ജീവിതത്തിൽ സ്മരിക്കുക. ഈ റെസ്ക്യൂ ഫോഴ്സൊക്കെ സഹായങ്ങളുമായി നമ്മുടെ അടുക്കലേക്ക് വരുമ്പോൾ ഇവരെയൊക്കെ കൈയയച്ച് നമ്മൾ സഹായിക്കണം. ഏത് വിധത്തിൽ സഹായിക്കാമോ അങ്ങനെയൊക്കെ സഹായിക്കണം. നമ്മളുടെ മഴക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് ജൂലൈ മാസമാണ്. ഇനി നമുക്ക് വലിയ കാലയളവിന് അഭിമുഖീകരിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വലിയ വെള്ളപ്പൊക്കം വന്നത് ഓഗസ്റ്റ് മാസത്തിലും സെപ്റ്റംബറിലും ഒക്ടോബറിലും ഒക്കെയാണ്. ഇനിയും നമ്മൾ ജാഗ്രത കൈവിടേണ്ട സമയമല്ല, വലിയ ജാഗ്രത വേണം. അപ്പം ഈ കൂട്ടായ്മ ഇത് ലോകം അസൂയോടെ നോക്കുന്ന കൂട്ടായ്മയാണ്. ഞാൻ ഈ അച്ഛന്റെ പ്രസംഗം ഇൻഷാ അല്ലാഹ് നമ്മളുടെ ഈ ന്യൂസിൽ പ്രത്യേകമായിട്ട് നമ്മൾ പ്രക്ഷേപണം ചെയ്യണം. എന്താ അറിയോ, അതൊരു നാടിനുള്ള അംഗീകാരമാണ്. കാരണം ഈ നാട് ഈ ദുരന്തത്തെ നേരിട്ടതിന് സമാനമായി ലോകത്തൊരിടത്തും ഒരു ദുരന്തത്തെയും ആരും നേരിട്ടിട്ടില്ല. അത്രമാത്രം കെട്ടുറപ്പോടെയും ഐക്യത്തോടെയും ശക്തിയോടെയുമാണ് ഈ നാട് ഈ ദുരന്തത്തെ നേരിട്ടത്. അതിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട VP നാസർ, നഗരസഭ കൗൺസിലർമാർ, ഇവിടുത്തെ പള്ളി ഭാരവാഹികൾ, ഇമാമിയങ്ങൾ, ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ അടക്കമുള്ള ആളുകൾ, ഇവിടുത്തെ പൊതുജനങ്ങൾ, ഇവിടുത്തെ റെസ്ക്യൂ ഫോഴ്സ്, അവരെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല. അവരുടെ സേവനങ്ങളെല്ലാം നിറഞ്ഞ കയ്യടിയോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.